ആ 11 വയസ്സുകാരിയായ മറിയം ബീവി തൊട്ടടുത്ത വീട്ടിലൂടെ കയറി ഇറങ്ങുക. എന്റെ ഉമ്മ പ്രസവിച്ചത് സാധിച്ചാൽ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആണെന്ന കാര്യം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അതേപോലെ ഭരണകൂടത്തിന്റെ അടുക്കൽ ഈ മെസ്സേജ് എത്തിയിട്ടുണ്ടോ? ഇതറിയാൻ വേണ്ടിയാണ് മറിയം ബീവി വീട്ടിലൂടെ കയറി ഇറങ്ങുന്നത്. സുബ്ഹാന റബ്ബി. മഹദിയാകുന്ന യോഹാൻ തന്റെ കുഞ്ഞിനെ ഭരണകൂടം വന്നുകൊണ്ട് വീട് റൈഡ് നടത്തി കണ്ടുപിടിക്കുമോ എന്ന് ബേജാറിയിരിക്കുമ്പോഴാണ് ആമാനും കൂട്ടനും വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ അവസരം വന്നപ്പോൾ മഹദിയാകുന്ന യോഹാൻ ചിന്തിച്ചു, റബ്ബേ, ഭരണകൂടം എന്റെ വീട്ടിലോട്ട് ഇവിടെയുള്ളതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലോട്ട് വന്നാൽ എന്റെ കുഞ്ഞിനെ കാണരുത്. അതിന് വേണ്ടി കുഞ്ഞിനെ ഞാൻ ഒളിപ്പിച്ചു വെക്കണം. എവിടെ ഒളിപ്പിച്ചു വെക്കണം? ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടാവോ? അതവര് തുറന്നു നോക്കും. ഒരു അലമാരയിൽ വെച്ച് പൂട്ടാവോ? അതവര് തുറന്നു നോക്കുന്നു. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടത്ത് വെക്കണം എന്നുള്ള നിലയ്ക്ക് മഹദിയാകുന്ന യോഹാൻ നേരെ അടുക്കളയിലോട്ട് ചെന്ന് അടുപ്പിൽ നിന്ന് വെണ്ണീരൊക്കെ എടുത്തു മാറ്റി വെണ്ണീരെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു തുണി അതിൽ വിരിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ അതിൽ കടത്തി കുഞ്ഞിന്റെ മീതെ ഒരു തുണി വിരിച്ചു. ശേഷം ചെറിയ വിറകിന്റെ തുണ്ടങ്ങൾ അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഏറ്റവും മീതെ ഒരു ചട്ടി വെച്ചു. ഒരു കൊളുത്തി വെച്ചു. ഒരു പാത്രത്തിൽ ഗോതമ്പ് മാവും കുഴച്ചു വെച്ചു. ഇത് വെച്ചതിന് ശേഷം മഹദിയാകുന്ന യോഹാൻ എന്ത് കാണിച്ചു? ഇനി ഹാമാനും കൂട്ടരും വീട്ടിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നോക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്റെ കുഞ്ഞിനെ അവർ കാണൂലല്ലോ എന്നുള്ള നിലയ്ക്ക് തന്ത്രങ്ങൾ ഇവയൊക്കെ കണ്ടിട്ടുടനുമ്മ വിരഹത്താൽ പുറവിറങ്ങിയേ അറിയാതെ സ്വന്തം അറിയാമ വീടിന്റെ അകത്തേക്ക് കയറിയേ സ്വന്തം പോയി സ്വന്തം മഹദിയാകുന്ന യോഹാൻ വീട് വിട്ടിറങ്ങുകയാണ്. ഇനി ഹാമാനും വീട്ടിൽ വരട്ടെ, റൈഡ് നടത്താതിരിക്കട്ടെ. എന്റെ കുഞ്ഞവരുടെ കുഞ്ഞാൽ പെടില്ല. സുഖവിശ്വാസത്തോടെയാണ് പോയത്. ഈ സമയത്താണ് വീടുവിടാന്തരം കയറിറങ്ങുന്ന സ്വന്തം മോളാകുന്ന മറിയം അവിടെ നിന്ന് വീടിലോട്ട് ഓടി വരുന്നു. ഒരു വിവരമായിട്ട്. എന്താ വിവരം? എന്റെ അമ്മ പ്രസവിച്ചിട്ടുണ്ടെന്നും അതൊരു ആൺകുഞ്ഞാണെന്നും ഈ രാജ്യത്താകെ ഫ്ലാഷ് ആയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ അഹങ്കാരിയായ ഫറോവയുടെ കിങ്കരന്മാർ എന്റെ വീട് റൈഡ് നടത്താൻ വേണ്ടി വരുന്നുണ്ട്. ഈ വിവരം ഉമ്മയ്ക്ക് വളരെ പെട്ടെന്ന് കൊടുത്തേക്കണം. കുഞ്ഞിനുമായി സ്ഥലം വിടാൻ ഉമ്മയോട് പറയണം എന്ന് ലക്ഷ്യത്തോടെയാണ് മഹദിയാകുന്ന മറിയം വീട്ടിലോട്ട് ഓടി വന്നത്. എന്നിട്ടോ ഉമ്മ ആ ബെഡ്റൂമിൽ നോക്കി കണ്ടില്ല. ഈ ബെഡ്റൂമിൽ നോക്കി ഉമ്മയെ കണ്ടില്ല. അവസാനം അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു, ഉമ്മ വിളി കേട്ടില്ല. അപ്പൊ മറിയം നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോഴോ അടുപ്പിന്റെ മീതെ ചട്ടിയുണ്ടേ, തൊട്ടടുത്തൊരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നില്ലേ, ഒരു പാത്രത്തിലോ ഗോതമ്പ് മാവ് കുഴച്ചു വെച്ചിട്ടുമുണ്ട്.
മറിയം ബീവി ഇങ്ങനെ ചിന്തിച്ച് ഉമ്മ വേണമെങ്കിൽ പലഹാരം ചുടാൻ വേണ്ടി ഒരുങ്ങുമായിരിക്കും. അപ്പോഴായിരിക്കാം വിവരം കിട്ടിയത് പട്ടാളക്കാർ വരുന്നുണ്ടെന്ന്. അന്നേരം കുഞ്ഞിനെ കൊണ്ട് സ്ഥലം വിട്ട് ഉമ്മ വരുമ്പോഴേക്കും ഞാൻ പലഹാരം റെഡിയാക്കട്ടെ എന്നുള്ള നിലയ്ക്ക് മഹതിയാകുന്ന മറിയം ബീവി അവിടെ നിന്ന് ആ ഗോതമ്പ് മാവ് കുഴച്ച് അത് ഉരുട്ടി അത് പരതി അവിടെ നിന്ന് റെഡിയാക്കി വെച്ച് എന്നിട്ടോ ചുടാൻ വേണ്ടി ഇതേ അടുപ്പിൽ കുഞ്ഞിനെ ഒളിഞ്ഞു വെച്ചതായ തീ കൊളുത്തി അവിടെ നിന്ന് പലഹാരം ചുട്ടുകൊണ്ടിരിക്കുക. ആ പലഹാരം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അകലെ നിന്ന് കുതിര കുളമ്പടി ഇങ്ങനെ കേൾക്കുന്നു. ആ കുതിരമ്പടി കേട്ടപ്പോഴേ വിലയിരുത്തി ആ വരുന്നത് ഹാമാനും കൂട്ടരുമാ എന്റെ വീട് റൈഡ് നടത്താൻ വേണ്ടി വരികയാ. ഞങ്ങളെ കിട്ടുമെന്ന ലക്ഷ്യത്തോടെ വെടിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരിക്കും വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് ഹാമാനും കൂട്ടരും വന്ന കഥ ഇങ്ങനെ മുട്ടുന്നത്. അപ്പോ വിറക്കുന്ന കരങ്ങളോടെ നോവുന്ന ഹൃദയത്തോടെ ഡോറ് തുറന്നു ഉടനെ ചോദിച്ചു ഹാമാനും ഇവിടെ ആൺകുഞ്ഞിന് ജന്മം നൽകി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞിനെ പറഞ്ഞു ഇവിടെ ഞാനോ ഞാൻ കുഞ്ഞനല്ലേ പിന്നെയുള്ളത് എന്റെ ഉമ്മ ഗർഭിണിയായ കാര്യം നിങ്ങൾക്ക് അറിയാവോ? ഹാമാനും പറഞ്ഞു പ്രസവിച്ചിട്ടുള്ള കാര്യം തീർച്ച കുഞ്ഞിനെ നീക്കണം. 11 വയസ്സുകാരിയായ മറിയം ബീവി പറഞ്ഞു ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് തെരഞ്ഞെടുത്തേ. ഉടനെ ഹാമാനും വീടിന്റെ അകത്ത് കയറി അതേ ആ ബെഡ്റൂം തുറന്നു നോക്കൂ കുഞ്ഞുണ്ടോ ഇല്ല. ഈ ബെഡ്റൂം തുറന്നു നോക്കി കുഞ്ഞുണ്ടോ ഇല്ല. എവിടെ നോക്കിയാലും കുഞ്ഞിനെ കാണാൻ. അപ്പൊ ഇവര് സ്വയം വിലയിരുത്തി ഇവിടെ കുഞ്ഞിനുണ്ടാവില്ല, ആരെയും തട്ടി വിട്ടതായിരിക്കും, നമുക്ക് പോവാം. അങ്ങനെ ഹാമാനും കൂട്ടരും പുറത്തോട്ടിറങ്ങി അവരേക്ക് പോയി. ഹാമാനും വീട്ടിൽ വന്നത് റൈഡ് നടത്തിയത് കുഞ്ഞനെ കാണാതെ നിരാശയോടെ പോയത്. ഇതെല്ലാം മഹതിയാകുന്ന യുഹാനിന് വിവരം ലഭിക്കുകയാണ്. താൽക്കാലികമായിട്ടെങ്കിലും എന്റെ കുഞ്ഞനെ ഫറോവയുടെ കാലാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന നാഥ നിനക്കാണ് ആശംസകൾ, പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ, നിനക്കാണ് സ്തുതിഗീതങ്ങൾ. അവിടെ നിന്ന് അല്ലാഹുവിനെ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് മഹതിയാകുന്ന യുഹാൻ വീട്ടിലോട്ട് ഓടിക്കയറി. എന്തിന് അടുപ്പിൽ വെച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുലയൂട്ടാൻ. പക്ഷെ അടുക്കളയിലേക്ക് ചെന്നപ്പോഴോ അടുപ്പിൽ ഇങ്ങനെ ആടി കത്തിക്കൊണ്ടിരിക്കുവോ. അത് കാണേണ്ട താമസം അവിടെ ഹൃദയം പൊട്ടി മോനെ കരിച്ചോയേ പിന്നിലെ തീ കത്തിക്കൊണ്ടിരിക്കുകയാ. തൊട്ടടുത്ത് തന്റെ 11 വയസ്സുകാരിയായ പൊന്നുമോളുണ്ട്. മറിയമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മറിയമേ കുഞ്ഞിനെ നീ കരിച്ച് കളഞ്ഞില്ലടി. അടുപ്പിൽ വെച്ചല്ലോ ഞാൻ പോയിരുന്നത് എന്നും പറഞ്ഞ് കരഞ്ഞ് ആക്ഷേപിച്ചപ്പോ മറിയം ബീവി പറഞ്ഞു, ആരെങ്കിലും
കുഞ്ഞൻ അടുപ്പിൽ വെച്ചു പോകുമോ? പോകുന്നുവെങ്കിൽ എന്നോട് പറയേണ്ടിയിരുന്നില്ലേ? മണിക്കൂറുകളായി ഞാൻ തീ കത്തിക്കാൻ തുടങ്ങിയിട്ട് പഠിച്ചവനെ ഞാൻ കാരണം ഞങ്ങളെ മരിച്ചു പോയോ, ഞങ്ങളെ കരിഞ്ഞു പോയോ എന്നും പറഞ്ഞുകൊണ്ട് മറിയം ബീവിയും കരയുകയാണ്. മോളെ ആക്ഷേപിച്ചുകൊണ്ട് മോളെ തന്നെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടും പരസ്പരം സംസാരിക്കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ തീ കത്തിക്കൊണ്ടേയിരിക്കുക. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ അരിച്ചു നോക്കിയോ? സുബ്ഹാനല്ലാഹ്, രണ്ടായിരം പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുമ്പോ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോ അടുപ്പിൽ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോ കത്തിയാടുന്ന അടുപ്പിൽ നിന്ന് കുഞ്ഞുമോന്റെ സ്വാതന്ത്ര്യത്തിന്റെ വചനം ഉമ്മേ, എന്റെ കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, എന്റെ കാര്യം ഓർത്തുകൊണ്ട് കണ്ണുനീര് പൊഴിക്കേണ്ടതില്ല, പരസ്പരം പഴിചാരേണ്ടതില്ല, പുഷ്പം ചാർത്തേണ്ടതില്ല. എനിക്കൊന്നും സംഭവിച്ചില്ല ഉമ്മേ. അത് കേൾക്കേണ്ട വളരെ പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് അടുപ്പിലേക്ക് ഒഴിച്ചപ്പോഴോ പാൽ പുഞ്ചിരി പൊഴിച്ചു കിടക്കുക തന്റെ കുഞ്ഞുമോൻ എന്ന് മാത്രമല്ല അവിടുത്തെ വിരല് വായന്റെ കൊണ്ട് ഇമ്പിക്കൊണ്ടിരിക്കുന്നു. ഉടനെ കുഞ്ഞിനെടുത്തു അവിടെ നിന്ന് ചുംബനങ്ങൾ അർപ്പിച്ചു. പടച്ചവനെ എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. പക്ഷെ എന്നാലും തിരമാലകൾക്ക് സമാനം മഹദിയാകുന്ന യോഹാനിന്റെ ഹൃദയാന്തരാളത്തിൽ അവിടെ നിന്ന് ഈ വിഷമടിക്കുകയാണ്. ഇനിയും വരുമല്ലോ പട്ടാളക്കാരെ, ഇനിയും റൈഡ് നടത്തുമല്ലോ, അന്നേരം എന്റെ കുഞ്ഞിനെ കാണുമല്ലോ, അപ്പൊ കുഞ്ഞിനെ അവര് കൊണ്ടുപോകുമല്ലോ, കളയുമല്ലോ. ഈ ഇരിക്കുക. അപ്പോഴാണ് രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹദിയാകുന്ന യോഹാനിന്റെ സന്ദേശം നൽകി. എന്തായിരുന്നു സന്ദേശം? إلى أم موسى عن أرضه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رأته إليك وجعلناه من المرسلين. ബോധനം നൽകി. എന്താ ബോധനം നൽകിയത്? പെണ്ണെ കുഞ്ഞിനെ കുഞ്ഞന്റെ കാര്യത്തിൽ നിനക്ക് ഭയപ്പാടുണ്ടോ? ഉണ്ടെങ്കിൽ മടയ്ക്കുമെന്ന് അല്ലാഹു തആല വാഗ്ദത്തം കൊടുത്തു കേട്ടോ. ആ കുട്ടി പ്രവാചകനാകാനുള്ള വ്യക്തി. അപ്പൊ ഇവിടെ ഒരു പെറ്റ് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മുലയൂട്ടണമെന്ന് പറഞ്ഞിട്ട് വേണോ? അല്ലാതെ കൊടുക്കും. രണ്ട് അവസരങ്ങൾ പെണ്ണുങ്ങൾക്ക് ശക്തിയായ സന്തോഷം, ശക്തിയായിരിക്കുന്ന വിഷമം. ഈ രണ്ട് അവസരത്തിൽ അവർക്ക് അപ്പൊ ഇവിടെ ശക്തിയായിരിക്കുന്ന ദുഃഖമുള്ള പിരിയുക. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞത്. ഇനി ഇതൊന്നും അല്ലെന്ന് വെക്കാം. എങ്കിൽ തന്നെ നമ്മുടെ കേരളീയരാകുന്ന പെണ്ണുങ്ങൾ കുട്ടികൾക്ക് മുല കൊടുക്കൽ താരതമ്യേന കുറവാ. വടക്കേ ഇന്ത്യയിലെ പെണ്ണുങ്ങൾക്ക് മുല കൊടുക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് പോലെയുള്ള ഒരു ജാഗ്രത നമ്മുടെ കേരളീയരാകുന്ന പെണ്ണുങ്ങൾക്ക് ഇല്ല. അതൊരു സത്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ ഈ വടക്കിലെ അന്നേരം താരതമ്യേന കുട്ടികൾക്ക് വിശപ്പുണ്ടാവും. ഉമ്മയ്ക്കോ പാല് കുറവാണെന്ന് വെക്കാം. അന്നേരം എന്താ സംഭവിക്കുക? ഊഹിച്ചു പൂരിപ്പിച്ചോളൂ. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു 2 വർഷം മുലേ ഊട്ടിയാൽ മതി. പക്ഷെ നമ്മുടെ പെണ്ണുങ്ങൾ അത് കൊടുക്കാറില്ല. ഇരിക്കട്ടെ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ കുഞ്ഞിന്റെ മുലയൂട്ടണം. അമ്മ പറയുന്നത് എന്താ അറിയോ? കുഞ്ഞിനെ നദിയിൽ ഒഴുക്കാൻ. പേടി എന്താ? പഠിച്ചവനെ ഫറോവയുടെ പട്ടാളക്കാര് വന്ന കുഞ്ഞിനെ കൊന്നു കളയുന്ന ഭയപ്പാട്. അപ്പോഴല്ല പറയുന്നത് കുഞ്ഞിനെ നദിയിൽ ഒഴുക്കുക.
നദിയിലൊക്കെ വെള്ളം കുടിച്ചു മരിക്കാലോ അല്ലേ? അതിന് തനിയെ നദിയെ ഒഴുക്കാനല്ല അല്ലാഹു പറഞ്ഞത്. മറിച്ച് അല്ലാഹു തആല പറയുന്നു അനിഖ്രിഫീഹി ഫിത്താബൂതി ഫഖ്രിഫീഹി ഫിൽ യമ്മ. പെണ്ണേ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കണേ, ആ പേടകം നീ നദിയിൽ ഒഴുക്കണേ. ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചവനെ പേടകം ഉണ്ടാക്കണമെങ്കിൽ ആശാരികളെ സമീപിക്കണ്ടേ? ഞാനൊരു ആശാരിയോട് ചെന്നിട്ട് ഒരു പേടകം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞാൽ പേടകം എന്തിനാണ് അവർ ചോദിക്കൂലേ? ഏതാണെങ്കിലും മഹദിയാകുന്ന സോനാ നബി ജഅഫർ എന്ന് പറയപ്പെടുന്ന ഒരു ആശാരി പറഞ്ഞു, മിസ്റ്റർ സോനാൻ അങ്ങ് എനിക്ക് പെട്ടി ഉണ്ടാക്കി തരാമല്ലോ. പെട്ടി എത്ര നീളം? ഇത്ര നീളം. എത്ര പൊക്കം? ഇത്ര പൊക്കം. ശരി, എത്ര വീതി? ഇത്ര വീതി ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് പോരുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു അതിൽ ജലം കേറാതെ പൊക്കം നീളം എല്ലാം തന്നിൽ പിൻപിണ്ടേ നേരം അവനോടോടോടൊരത്ത് കൊണ്ടേ ഉരത്ത് ഉങ്കൾ സബബ് ബാക്കിയോട് മാതാപിതാവിൻ്റെ തരമാവനോടൂരേ തന്നെ അവന്റെ കുലയാളി മോനെ കുമ്പം വന്നേ ജലം കേറാതെ മുഖം നീളം എല്ലാം തന്നെ ബിൽബിന്റെ നേരം അവനും അവനോടോടോടൊരത്ത് കൊണ്ടേ അങ്ങേക്കുണ്ടാക്കി തരുന്ന പെട്ടിയിൽ വെള്ളം കിടക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ സോനാനൊരു സംശയം. പല ആളുകളും വരാറുണ്ട്, പെട്ടി ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ വെള്ളം കിടക്കില്ലേ എന്ന് പറയാറില്ല. കാരണം ആരും വെള്ളത്തിൽ പെട്ടിയിടാറില്ലല്ലോ. എന്തിനാണ് പെട്ടി? പറഞ്ഞു പെട്ടി എന്താന്ന് ഞാൻ പറയൂല. പെട്ടി എന്തിനാണെന്ന് പറഞ്ഞാലും ഉണ്ടാക്കും, അത് തന്നെ ഉണ്ടാക്കും. നേരം മനമില്ല മനസ്സോടെ മഹദിയാകുന്ന യുവാൻ പറയുകയാണ്, ഞാനൊരു ബനി ഇസ്രായേലുകാരിയായ പെണ്ണാണ്. ഞങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ അഹങ്കാരിയായ ഫറോവയുടെ പട്ടാളക്കാര് കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞനുണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞനെ എന്റെ മുന്നിൽ തറുകുല ചെയ്യുന്നത് കാണാനുള്ള മനക്കരുത്തെനിക്കില്ല. അതുകൊണ്ട് പേടകമുണ്ടാക്കി പേടകത്തിൽ ഒഴുക്കാനാണ് എന്റെ ലക്ഷ്യം. അതിനാണ് പേടകം. അതാണ് കാര്യം. എന്നാ പേടകം ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങ് വരാട്ടോ, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ മഹദിയാകുന്ന വീട്ടിലോട്ട് സന്തോഷത്തോടെ അങ്ങ് പോയി. സോനാനും ജാഫറിങ്ങനെ ചിന്തിക്കുവാണല്ലോ, പടച്ചവനെ ഞാൻ ഈ പെണ്ണിന് പെണ്ണി ഉണ്ടാക്കി കൊടുത്താൽ അവളെ എനിക്ക് എന്താ തരുവാ? ഒരു 60 70 പൊന്നു. അതേ സമയത്ത് ഫറോവയുടെ ചെന്നുകൊണ്ട് ബനി ഇസ്രായേലുകാരിയായ ഇന്നാലിന്റെ പെണ്ണിന് ഒരു ആൺകുഞ്ഞുണ്ടായിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കൈമാറിയ ആയിരക്കണക്കിന് പൊന്ന് കിട്ടത്തില്ല, ഇഷ്ടപ്പെട്ട പെണ്ണ് കിട്ടത്തില്ല, എനിക്ക് ജനമധ്യേ പേരും പ്രശസ്തിയും ലഭിക്കില്ലേ എന്ന് ചിന്തിച്ച സോനാൻ പിരിഞ്ഞ സമയം സോനാനിൽ മനമാറി ദുരയേറി പറഞ്ഞുള്ള പേട്ടി നൽകി എന്നാൽ താരും പുതുനാരി. പിരിഞ്ഞ സമയം സോനാനിൽ മനമാറി ദുരയേറി പറഞ്ഞുള്ള പെട്ടി നൽകി എന്നാൽ പുതുനാരി. പണം
പണമതിനേക്കാൾ കിട്ടും വഴിയവൻ തേടി കൊതിക്കൂടി പാരി പേര് കിട്ടുവാൻ അവനാടി ഉടലോടി ഓടും സമയം ഭൂമി പിടിച്ചു ആട്ടമാകയും അവനവലതിച്ചു അവനെ വീടിടാൻ അവനവമിച്ചു പരിശ്രമമേറി ആകെ വിതച്ച് നേരി ഉടൻ കൂറി പരനായവനെ രക്ഷതി നൽകുന്ന നരകേറി പിരിഞ്ഞ സമയം സോനാരി മനം മാറി ദുരയേറി പറഞ്ഞുള്ള പെണ്ണി നൽകി എന്നാരുനാരി അതുകൊണ്ട് പെട്ടിയുണ്ടാക്കി കൊടുക്കല്ല നല്ലത് ഫറോവയ്ക്ക് മെസ്സേജ് കൈമാറുകല എന്ന് ചിന്തിച്ചതായിരിക്കുന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ ഓടുകയാണ്. പക്ഷേ വഴിമതിയെത്തിയപ്പോൾ മനുഷ്യന്റെ വലത്തെ കാല് ഭൂമിയിലേക്ക് താഴെ പോവുക. അത് പറിച്ചെടുക്കാൻ വേണ്ടി അപ്പോഴാണ് ഇടത്തെ കാലം അങ്ങനെ അല്പാൽപ്പായിട്ട് ഭൂമി ഇങ്ങനെ വിഴുങ്ങുക. നേരെ സോനാന് മനസ്സിലായി, ഞാൻ ഈ പോകുന്ന ഏർപ്പാട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് സോനാൻ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഈ പോകുന്നതിന് കനിഷ്ഠകരമെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, മിസ്റ്റർ സോനാൻ മര്യാദക്ക് നിനക്ക് നല്ലത് ആ പെണ്ണിന്റെ ഒരു പെട്ടി ഉണ്ടാക്കി കൊടുക്കലാ. ഇത് കേട്ടപ്പോൾ സോനാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉടനെ തന്റെ വീട്ടിലോട്ട് പോവാ. വീട്ടിലോട്ട് ചെന്നിട്ട് സോനാൻ ജാഫറിനെ ഭൂമി വിട്ടപ്പോൾ നേരെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നുകൊണ്ട് എന്ത് ചെയ്തു എന്നോ, അപ്പോൾ സ്നേഹത്താൽ അശരീരി ശബ്ദം കേട്ട് കൂഴ മനമകൾ നോവിനെ മാറ്റി വെച്ച് സദയം തന്നെ മാനിതർ അറിയാതെ അവളി നൽകിടുന്നേ. പിന്നെ മാനവീയുള്ള പണിടൽ തന്നെ പണിയാനൊരുങ്ങിടുങ്ങിട് മുന്നിനോ ചന്തമില്ലു പണിതൊണിത് ശേഷം നൽകിരകിരണ്ട് സോനാനം മടിച്ചെന്ന് സ്വന്തമാതമീടലാണ് സ്വപ്നപൂവണിയാത്തതിൽ ദുഃഖങ്ങൾ നീറങ്ങ്. അപ്പോൾ സ്നേഹത്താൽ അശരീരി ശബ്ദം കേട്ട് കൂഴ വീട്ടിൽ ചെന്നുകൊണ്ട് സോനാൻ ജാഫറിനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊരു ഹതഭാഗ്യം, ഞാൻ എന്തൊരു നിർഭാഗ്യവാൻ. എനിക്കെങ്ങാനും ഈ വിവരം ഫറോവയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര കാശ് കിട്ടുമായിരുന്നേ, ജനങ്ങളിൽ പേരും പ്രശസ്തിയും ലഭിക്കുമായിരുന്നേ. ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അശരീരി കേൾക്കുന്നത്, സോനാൻ മര്യാദക്കൊരു പെട്ടിയുണ്ടാക്കി കൊടുക്കലാ നല്ലത്. ഉടനെ സോനാൻ ജാഫർ കാണിച്ചെന്നറിയോ, നല്ല മനോഹരമായ മരമെടുത്ത് സുന്ദരമായ ഒരു പെട്ടി ഉണ്ടാക്കി. ആ പെട്ടിയുമായി സന്ധ്യ നേരത്തെ മഹതിയാകുന്ന യോഹാനിന്റെ വീട്ടിലോട്ട് ചെല്ലുക. എന്നിട്ട് വീടിങ്ങനെ കഥങ്ങനെ മുട്ടി. അപ്പൊ മഹതിയാകുന്ന യോഹാൻ പുറത്തോട്ടിറങ്ങി വന്നു. പേടകം പിടിച്ച് നിൽക്കുന്ന സോനാനെ കാണുന്നേ, ആ പെട്ടി കൊണ്ട് വന്നിരിക്കുക. ആ പെട്ടിങ്ങി മേടിച്ച് പെട്ടി മേടിച്ചിട്ട് യോഹാൻ ഇങ്ങനെ നോക്കി. നല്ല കൗതുകമുള്ള പെട്ടിയാണല്ലോ, ഇതിന് വെള്ളമൊന്നും കിടക്കില്ലല്ലോ. അപ്പൊ പെട്ടി അവിടെ വെച്ച് പെട്ടി അവിടെ വെച്ചതായിരിക്കുന്ന യോഹാൻ നേരെ അകത്ത് പോയി. എന്നിട്ട് കാശ് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, പെട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ, അതിനുള്ള കാശ് ഇവരെണ്ണങ്ങൾ കാശൊന്നും മേടിച്ചില്ല.
സോനാബ് ജാഫർ പറഞ്ഞു കാശ് വേണ്ട ഭവതി. അപ്പൊ കൂലി വേണ്ട. ആ കൂലി വേണം. പിന്നെ കാശല്ല ഞാൻ കാശ് മേടിച്ചേക്ക്. കാശ് വേണ്ട, കൂലി വേണം. എന്താ കൂലി വേണ്ടത് പറ. നേരം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനൊന്ന് കാണിച്ചു തന്നാൽ മതി. ഓ അത് പറ്റില്ല. അല്ല ഭവതി ഒന്ന് കാണിച്ചു തന്നേ പറ്റൂ. ഉടനെ മഹദിയാകുന്ന യുഹാൻ അകത്ത് പോകുകയാണ്. എന്നിട്ട് കുഞ്ഞിനുമായി തിരികെ വന്നുകൊണ്ട് പറഞ്ഞു സോന ഇതാണ് എന്റെ കുഞ്ഞ്. ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കുഞ്ഞനാ കേട്ടോ. അല്ലാഹു ആ കുഞ്ഞിനെങ്ങി കണ്ടപ്പോഴേ സോനാൻ മനസ്സിലാക്കി ഇത് തന്നെയാണ് ഫറോവയ്ക്കെതിരായിട്ട് ബനീ ഇസ്രായേൽക്കാരിൽ ജനിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞ്. അതുകൊണ്ട് ഈ വിവരം ഫറോവയെ ധരിപ്പിക്കുക തന്നെ വേണം. നേരെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഇടിമിന്നി വേഗതയിൽ ഓടാൻ കൊള്ളാവുന്ന ഒരു കുതിരയെ സംഘടിപ്പിച്ച് ആ കുതിരപ്പുറത്ത് കയറി കുതിരയുടെ കടിഞ്ഞാനം ഇങ്ങോട്ട് വലിച്ചു ഫറോവയുടെ കൊട്ടാരമുറ്റത്തെത്തി. അവിടെ നിന്ന് കുതിരപ്പുറത്ത് ഇറങ്ങുക. എന്നിട്ട് വിളിക്കുകയാണ് പ്രഭു എന്ന് വിളിക്കാനേ പറ്റുന്നു. പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഫറോവ ചക്രവർത്തി ഹാമാനെ വിളിച്ചു. ഹാമാൻ ഇങ്ങോട്ട് വന്ന് ഒരു ഭ്രാന്തിന് ഇവിടെ വന്നിരിക്കുന്നു. പ്രഭു എന്ന് പറയുന്നു. വേറൊന്നും പറയുന്നില്ല. എന്തിനാ ചോദിച്ചു നോക്കുന്നു. അന്നേരം ഹാമാൻ ചെന്നു. നീ എന്തിനാടാ വന്നത്? ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? അത് രാജാവിനോട് പറയടാ. അന്നേരം സോനാബ് ജാഫർ അവിടെ നിന്ന് പറഞ്ഞു മര്യാദക്കൊടന്ന് പോവല നല്ലത്, അല്ലെങ്കിൽ അടി കിട്ടും. അടി കിട്ടുന്ന പേടിക്കാതിരിക്കൂല. സോനാബ് ജാഫർ നേരെ പോയി വീട്ടിൽ പോയി. അപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. അവിടെ വീട്ടിലെത്തിയാൽ ആചാരമായി സംസാരിക്കാൻ പറ്റും. കൊട്ടാരത്തിലെത്തിയാലോ പ്രഭു എന്ന് വിളിക്കാനേ പറ്റും. ഒരു പരിശ്രമം കൂടെ നടത്താം എന്നുള്ള നിലയ്ക്ക് വീണ്ടും കുതിരപ്പുറത്ത് ഫറോവയുടെ കൊട്ടാരത്തിൽ വരുക. എന്നിട്ട് വിളിച്ചു പ്രഭു. അന്നേരം ഫറോവ ചക്രവർത്തി ഹാമാനെ വിളിച്ച് ഹാമാൻ ഇന്നലെ ഈ ഭ്രാന്തനെ ഇവിടെ വന്നിരുന്നു. പ്രഭു എന്ന് വിളിക്കുന്നു. വേറൊന്നും പറയുന്നില്ല. നിന്നോടൊന്നും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തില്ലെന്നാ തോന്നുന്നു. കൊടുത്തിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു. ഉടനെ ഹാമാൻ ചെന്നുകൊണ്ട് സോനാനോട് വെച്ച് നീ എന്തിനാണെങ്കിൽ വന്ന് ഞാൻ കാര്യം പറയടാ. അപ്പോഴും പറയുന്നു പ്രഭു. അന്നേരം 950 ഗ്രാം അടിച്ചതോടുകൂടി സോനാബ് ജാഫർ വീഴും. അന്നേരം എഴുന്നേൽക്കടാ. സോനാബ് ജാഫർ നേരെ എഴുന്നേറ്റുകൊണ്ട് കുതിരപ്പുറത്തോട്ട് ചാടി കടിഞ്ഞാണം ഇങ്ങോട്ട് വലിച്ചു ഹാമാൻ ഇങ്ങനെ തോന്നി അവൻ അങ്ങനെ പറ്റാൻ പറ്റില്ല. ഒന്നും കൂടെ വേദനിപ്പിച്ച് ഇല്ലെങ്കിൽ അവൻ ഇനിയും ഇങ്ങോട്ട് വരാൻ മതി. ആ സമയത്ത് രാജാവിന്റെ വക്കൽ എനിക്ക് തെറി കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നും കൂടെ അവനെ കൊടുത്തേക്കണം എന്നുള്ള നിലയ്ക്ക് കുതിരപ്പുറത്ത് കയറുക. എന്നിട്ട് സോനാനിന്റെ നേരെ പുറകിൽ കുറച്ചെത്തിയപ്പോ അവിടെ നിന്ന് ഹാമാൻ ഇങ്ങനെ ചിന്തിച്ച് എന്നെ പേടിച്ചൊടുങ്ങും. എന്റെ പുറകിൽ പോകേണ്ട കാര്യം എനിക്കില്ല. ഇനി ഞാൻ കൊട്ടാരത്തിലോട്ട് തന്നെ മടങ്ങും. അവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. സോനാബ് ജാഫർ തന്റെ വീട്ടിലോട്ട് പോയി. ഇനി അവരെന്തോ ആവട്ടെ, അവർ നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പെട്ടി കിട്ടിയതായിരിക്കും യോഹന്നാൻ കാണിച്ചു. ആറ്റൽ മണി മോനെ എടുത്തിരി ഊടന്നുമ്മ കരഞ്ഞിടുന്നേ അതി നിറഞ്ഞുള്ള മനസുമായി അവളങ്ങ് മൂലയൂട്ടുന്നേ. ആറ്റൽ മണി മോനെ എടുത്തിട്ട് ഉടനുമ്മ കരഞ്ഞിടുന്നേ ആദി നിറഞ്ഞുള്ള മനസുമായ പാലുട്ടുന്നേ ദുഃഖം നിറഞ്ഞവൻ സ്വതുപതിൽ വിരിപ്പുകൾ വിരിച്ചിടുന്നേ സുറുമയും ഗ്രഹണമേറെ പൂശി സുഗന്ധമേ മന്ത്രമേറെ വീശി സുന്ദരനാണിവനെല്ലാം പേശി ആറ്റൽ മണി തേടിടുന്നേ ആദിയോടെ പെട്ടി അടച്ചിടുന്നേ മഹദിയാകുന്ന
അർദ്ധരാത്രി സമയമല്ലേ എന്ത് കാണിച്ചെന്നറിയാം? കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് സുബ്ഹാന റബ്ബി അവിടെ നിന്ന് നല്ല മനോഹരമായ ഡ്രസ്സുകളൊക്കെ ധരിപ്പിച്ച് ശേഷം പേടകം തുറന്ന് അതിൽ തുണി വിരിച്ച് കുഞ്ഞിനെ കിടത്തി പേടകം ഭദ്രമായി അടച്ചു. എന്നിട്ട് അർദ്ധരാത്രി സമയത്ത് ആ പേടകവുമായി കൊണ്ട് നദിയുടെ തീരത്തോട്ട് പോവുകയാണ്. സുബ്ഹാന റബ്ബി അങ്ങനെ പോയി നദിയുടെ തീരത്തെത്തിയപ്പോഴോ അവിടെ നിന്ന് പേടകം തുറന്നുകൊണ്ട് കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് അവിടെ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മിന്നേ പൂമുഖം കാഴ്ച ഓരുവരും മാതാവിൽ നിന്നും ആകുന്നുവല്ലോ ചിന്നുന്നേ ഞാനിടുമെന്ന് ചിന്തുമ്പോൾ തകരുന്നല്ലോ. പൊന്നോനെ നദിയിലിട്ടേച്ചു കൊണ്ട് പോകാൻ ഉമ്മയ്ക്ക് മോഹമില്ലടാ, പക്ഷേ ആദരിക്കാൻ നിർവാഹമില്ലടാ, ദൈവിക കൽപ്പനയാണടാ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പേടകത്തിൽ തന്നെ കടത്തുകയാണ്. എന്നിട്ട് പേടകം ഭദ്രമായി അടക്കുകയാണ്. ആ പേടകവുമായി കൊണ്ട് നദിയിലൂടെ ഇങ്ങനെ നടന്നു തന്റെ അരക്കെട്ടിലോട്ട് വെള്ളമെത്തുന്നവരെ നടന്നു. അരക്കെട്ടിലേക്ക് വെള്ളമെത്തിയപ്പോൾ ചിന്തിച്ചു, പടച്ചവനെ അർദ്ധരാത്രി സമയമാ, ആഴമേറിയ നദിയാ, ഇനി ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ അപകടമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കുഞ്ഞനെ നേരെ വെള്ളത്തിലെ ദൂരെ ഒറ്റ തള്ളലങ്ങ് തള്ളിയിട്ട് ദൂരേക്ക് ഞാരോ പാനോരും വന്നാരോ മണമാരോ ദീനോരിക്ക് പാനോരോ വന്നാരോ ചേരി ആണയല സുഖവിടം നീക്കുന്നേ ചിതകേടയാതെ മറുകര ചൊല്ലുന്നേ പിന്നെ പറയുന്നേ ഒലിവരെ രാവിടുമ്പോൾ മാസവും ജീവനേ ദൂരെ തള്ളി പിന്നെ മടങ്ങാരോ ദീനോരേ വിധി ബാനോരോ നദിയിലോട്ട് തട്ടിയതിന് ശേഷം കരയിലോട്ട് വരികയാണ്. എന്നിട്ട് ആത്മീയാവിന്റെ അരണ്ട വെളിച്ചത്തിൽ പോകുന്ന പേടകം നോക്കി, പടച്ചവനെ ആ പോകുന്ന പെട്ടിന്റെ അകത്തുള്ള എന്റെ കുട്ടി ഓർത്ത് കണ്ണുനീര് പൊഴിക്കുകയാണ്. പേടകം പരിപൂർണമായി കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴോ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോളാകുന്ന മറിയമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വകാലത്തിൽ നിന്റെ കുഞ്ഞാങ്ങളെ പേടകത്തിലാക്കി ഞാൻ നദിയിൽ ഒഴുക്കിയിട്ടുണ്ട്. മോളെ നദിയുടെ തീരത്ത് പോയിട്ട് ആ പേടകം എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുന്നുവോ, അതല്ല വെള്ളത്തിന്റെ ഒഴുക്കിനൊക്കെ താഴോട്ട് പോകുന്നുവോ, നീ പോയി നോക്കണം മോളെ എന്നും പറഞ്ഞ് പ്രതിയാകുന്ന മറിയം ബീവിയെ നൈൽ നദിയുടെ തീരത്തേക്ക് പറഞ്ഞയച്ചു. യൂഹാനോ വീട്ടിൽ പോകുന്ന ഹൃദയത്തോടെ നനഞ്ഞ നയനങ്ങളോടെ ദിനരാത്രങ്ങളെ തള്ളി നീക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഫറോവ ചക്രവർത്തിക്ക് 7 പെൺപിള്ളാരുണ്ട്. ഈ 7 പെൺപിള്ളാർക്കും മാരകമായിരിക്കുന്ന രോഗമാ. എന്താ രോഗം? ശരീരം ആസകലം ചൊറിയ. അതിന് പല ട്രീറ്റ്മെന്റും നൽകി പല ഡോക്ടേഴ്സിനെയും കണ്ടു,
പക്ഷെ ഒരു ശമനമില്ല. അന്നേരം അവസാനം ഈ ജ്യോത്സ്യന്മാരുടെ നമ്മളുണ്ടല്ലോ, ഡോക്ടർമാരെയൊക്കെ ചികിത്സിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അള്ളാഹുവെ പരഗാമിയന്മാരടുത്തേക്ക് പോകുന്ന സ്വഭാവം ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വരെയുണ്ട്. എന്നാൽ ആ രൂപത്തിൽ അവർ ജ്യോത്സ്യന്മാരെ സമീപിച്ചു. എന്നിട്ട് ജ്യോത്സ്യന്മാരോട് ചോദിച്ചു, ഇങ്ങനെ കുട്ടികളുടെ അസുഖമാണല്ലോ, എന്താ ചെയ്യുവാന്ന്. അപ്പൊ ജ്യോത്സ്യന്മാരവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സമാനമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പഴയ കാലഘട്ടത്തിൽ 40 ദിവസം കണ്ടിന്യൂ ആയിട്ട് നൈൽ നദിയിൽ കുളിക്കാറാണ് പതിവേ. അതുകൊണ്ട് നിങ്ങളുടെ 7 പെൺപിള്ളാരോട് തുടർച്ചയായിട്ട് നൈൽ നദിയിൽ ഒരു 40 ദിവസം കുളിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു അക്ബർ. അത് കേട്ടതായിരിക്കുന്ന സമയത്ത് ഫറോവ ചക്രവർത്തി പെൺപിള്ളാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇന്ന് തൊട്ട് ഒരു 40 ദിവസം നിങ്ങൾ നൈൽ നദിയിൽ കണ്ടിന്യൂ ആയിട്ട് കുളിക്കണം. അപ്പൊ ചരിത്രത്തിൽ കാണുന്നേ നൈൽ നദിയിൽ നിന്ന് ചെറിയൊരു അരുവി ഫറോവയുടെ ഫാമിലിക്കായിട്ട് കുളിക്കാൻ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ആ ഭാഗത്തേക്കാണോ ഈ പെൺപിള്ളാരെ കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. എന്നാണോ മഹദിയാകുന്ന യൂഹൻ തന്റെ കുഞ്ഞിനെ പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കിയത്, അന്നാണ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫറോവ ചക്രവർത്തിയുടെ പെൺപിള്ളാരുടെ കുളിയുടെ ഫസ്റ്റ് ഡേ. അങ്ങനെ 40ാമത്തെ ദിവസം ഇവര് വെള്ളത്തിലിറങ്ങി നീന്തി കളിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഏറ്റവും മൂത്ത മോൾ അങ്ങ് അകലെ നിന്ന് മുകൾ ഭാഗത്ത് ഒരു പെട്ടി ഒഴുകി വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടപ്പോ അനുജത്തിമാരോട് പറയാ, അങ്ങനെ നോക്കടി അതാ വരുന്നൊരു പെട്ടി. അപ്പൊ അനുജത്തിമാർ പറഞ്ഞു, നിനക്ക് പെട്ടിയല്ല അത് ആണെന്ന്. നീ പോയി നോക്കുന്നു. അങ്ങനെ മൂത്ത മോൾ നീന്തി പെട്ടിയുടെ അരികിലോട്ട് എത്തിക്കെട്ടോ. ചരിത്രത്തിൽ കാണുന്നു അവിടെ ഒരു വൃക്ഷമുണ്ടേ. ആ വൃക്ഷത്തിന്റെ ഓരത്തേക്ക് പെട്ടി ഇങ്ങനെ അടുത്തടുത്ത് വരുമായിരുന്നു. ഏതാണെങ്കിലും മൂത്ത പെൺപിള്ളി എന്ത് കാണിച്ചു? മൂത്ത പെൺകുട്ടികളെ ഓടിച്ചെന്ന് പെട്ടിങ്ങി പിടിച്ച് എന്റെ അനുജത്തിമാരോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ പെട്ടിയാണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ലെന്ന്. ഒരു പെട്ടിയല്ലേ? പഞ്ചത്തിമാരും പെട്ടി തന്നെയാണല്ലോ. എന്താണ് ഈ പെട്ടിന്റെ അകത്ത്? നമുക്കൊന്ന് തുറന്നു നോക്കുവല്ലേ. അവര് കൗതുകത്തോടെ പെട്ടി തുറന്നു. അന്നേരം കാണുന്നത് പാൽപുഞ്ചിരി പൊഴിച്ച് കിടക്കുന്നൊരു കുഞ്ഞനെയാ. ഉടനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓരോരുത്തരും കുഞ്ഞിന്റെ ചുംബനം അർപ്പിക്കുകയാണ്. അപ്പൊ ചരിത്രത്തിൽ കാണുന്നത് ഈ കുഞ്ഞുമോന്റെ വായന്റെ അകത്തുനിന്ന് കേല ഇങ്ങനെ ഒഴുകി വന്നിരിക്കും. ആ കേല ഈ പെൺകുട്ടികളുടെ ശരീരത്തിൽ എവിടെയെല്ലാം തട്ടിയോ അവിടെയെല്ലാം ചൊറിയിൽ തരായി പരിപൂർണമായി ശിഫയായി. അത് ആ കുട്ടിയുടെ പ്രത്യേകതയാണ് കേട്ടോ. കേല ആ കുട്ടിയുടെ കേലായ രോഗം മാറിയതാണ്. അതേ സമയത്ത് നമ്മുടെ മുസ്ലിന്റെ ഒക്കെ കേലായ മാറിപ്പോകും. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളൊക്കെ ചിലപ്പോൾ കൊഴുത്തും പോകും. അത് ആ കുട്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. എവിടൊക്കെ ഈ കേരയാവുന്നു അവിടെയൊക്കെ സുഖം പ്രാപിക്കും. അന്നേരം ഇവര് കൗതുകത്തോടെ കുഞ്ഞിനെ പെട്ടിയിൽ തന്നെ കിടത്തി. എന്നിട്ട് പെട്ടി ഭദ്രമായി അടച്ച് ഫറോവയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പെട്ടിന്നോ. അപ്പൊ ഫറോവ പെട്ടിയാ? അതെ, പെട്ടി. എവിടെ നിന്ന് കിട്ടിയ മക്കളെ? ഞങ്ങൾ പുഴയിലിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നേ. അന്നേരം ഒഴുകി വന്ന പെട്ടിയാ. എന്താ മക്കളെ പെട്ടിന്റെ അകത്ത്? അന്നേരം പറഞ്ഞു, ഉപ്പ പെട്ടിന്റെ അകത്ത് എന്താണെന്നോ? നൈലെ നദിയില് നീരാടും ബിന്ദുകൾ കണ്ട് നീളെയൊരു ഒഴുകി വന്നു ചാരടഞ്ഞു നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ തീടുന്നു. നൈലെ നദിയില് നീരാടും ബിന്ദുകൾ കണ്ട് നീളെയൊരു ഒഴുകി വന്നു ചാരടഞ്ഞു നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ തീടുന്നു. പെട്ടിയെടുത്തവർ കൊട്ടാരത്തിൽ ചെന്നാ തുറന്നപ്പോൾ പെട്ടിക്കുള്ളിലൊരോ പൈതൽ ചിരി പൂണ്ട് കിടന്നപ്പോൾ പൊട്ടിയെ കണ്ട രാജൻ രാജശമാരിഷ് വിറച്ചപ്പോൾ പൊട്ടിയ ക്ഷണമിൽ കൊല്ലാൻ രാജൻ പടവാളുമായിടുത്തപ്പോൾ പാടില്ലെന്ന് കുഞ്ഞിന് താരാരന്ന്. നൈലെ നദിയിൽ നീരാ
ബിന്ദുകൾ കണ്ട് നീളെയൊരു പേരെയൊരുണ്ട് ഒഴുകി വന്നു ചാരത്താണഞ്ഞ് നിന്നു തെല്ലും മടിയാതെ കൊതിയോടെ തീടുന്നു പെട്ടിയെടുത്തവർ കൊട്ടാരത്തിൽ ചെന്നാ പെട്ടി തുറന്നപ്പോൾ പെട്ടിക്കുള്ളിലൊരു ഓമന പൈതൽ പൂണ്ട് കിടന്നപ്പോൾ പാടിയെടുത്ത് ബീവിയോടിയെടുത്ത് കുഞ്ഞിന് താരാരുന്ന് എന്താണ് പെട്ടിയുടെ കെട്ടുന്നത് നിങ്ങൾ നോക്കുന്നവർ ഫറോവ ചക്രവർത്തിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി എങ്ങനെ നോക്കിയാലും പെട്ടി തുറന്നിട്ട് കിട്ടണില്ല. അന്നേരം ഫറോവ തന്റെ പത്നിയാകുന്ന ആസിയാബി വിളിച്ചുകൊണ്ട് പറയാ, പെണ്ണേ ആസിയ നീ വന്നേ. അപ്പൊ ആസിയാബി അന്നേരം ഫറോവ പറഞ്ഞു, നോക്ക് ആസിയ, പെട്ടി കുട്ടികൾ കൊണ്ടുവന്നതാണ്, എന്താ അതിന്റെ അകത്തൊന്നും ചോദിച്ചിട്ട് അവര് പറയുന്നില്ല, തുറന്നു നോക്കാനാ പറയുന്നത്. അവിടെ തുറന്നു നോക്കുന്നു. ആസിയാബി വെച്ചല്ലാതെ നിങ്ങള് തുറന്നു നോക്കിയോ? എനിക്ക് കിട്ടുന്നില്ല. കിട്ടാത്ത പിന്നെ എനിക്ക് കിട്ടുമോ? ഒന്ന് നോക്ക് പെണ്ണേ. സുബ്ഹാന റബ്ബി, മഹദിയാകുന്ന ആസിയാബി അതിൽ തൊടേണ്ട താമസം പെട്ടെന്ന് പെട്ടി അങ്ങ് തുറന്നപ്പോൾ കാണുന്നത് കത്തിപ്രകാശിക്കുന്ന മുഖഭാവമുള്ള കുഞ്ഞനയാ. അപ്പോഴേ ഫറോവയ്ക്ക് തോന്നി, എനിക്കെതിരായിട്ട് ബനീ ഇസ്രായേൽക്കാരിൽ ജനിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയും. അല്ലാഹു ആ സമയത്ത് അവിടുത്തെ പ്രിയ പത്നിയാകുന്ന ആസിയാ ബീവി ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, വഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലീ വലക ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ വഹും ലാ യശ്ഊൻ. ഫറോവയുടെ പത്നി പറഞ്ഞു, ഭർത്താവേ, ഈ കുഞ്ഞന്റെ കണ്ണിന് കുളിർമയേക്കുന്നേ, നിങ്ങൾക്കും കുളിർമയേക്കിയേക്കാം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളയല്ലേ. ഈ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഉപകാരം സിദ്ധിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ദത്തുപുത്രനാക്കി വളർത്താം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ കുട്ടിയാണ് നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അഥവാ ഈ കുട്ടിനെ നമ്മൾ വളർത്തി ഇത് വലുതായി വന്നാൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അന്നേരം ഈ കുഞ്ഞിനെ കൊന്നുകളയാ. എത്ര കമാൻഡേഴ്സ് ഉണ്ട്, എത്ര പട്ടാളക്കാരുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുന്നു. അപ്പൊ ഫറോവ വെച്ച് പെണ്ണെ ആസിയ, മുല കുടിക്കുന്ന കുട്ടിയാ. മുല കുടിക്കുന്ന കുട്ടിക്ക് മുല കൊടുക്കണമല്ലോ. നിന്റെ ഒക്കെ വാരുണ്ട് നോക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? അതിന് ഞാനൊരു പരിഹാരം പറയാം. എന്താണ് ആ പരിഹാരം? ആസിയാ ബീവി പറഞ്ഞു, നമുക്ക് ഈ മുല കുടിക്കാൻ കുട്ടിക്ക് മുലയൂട്ടാൻ പ്രാപ്തരാകുന്ന പെണ്ണുങ്ങൾ ഈജിപ്തിലെ പല ഭാഗങ്ങളും ഉണ്ടാവാം. അവരെ നമുക്ക് ക്ഷണിച്ചു വരുത്താം. അങ്ങനെ ഒരു പരസ്യം നടത്തുകയും ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് വരുന്ന 100 കണക്കിന് വരുന്നതായിരിക്കുന്ന സ്ത്രീകൾ ഫറോവയുടെ കൊട്ടാരത്തിൽ വന്നു എന്താ അവരുടെ ലക്ഷ്യം? കുട്ടിക്ക് മുലയൂട്ടണം. അങ്ങനെ ഓരോരുത്തരും ഫറോവയുടെ അടുക്കൽ ചെല്ലും, എവിടെയാ നിങ്ങളുടെ കുഞ്ഞ്? അന്നേരം കുഞ്ഞിനെ കൊടുക്കുക. എന്നിട്ടോ ഓരോ പെണ്ണിന്റെ ആഗ്രഹം, പഠിച്ചവനെ, എന്റെ ദൈവമേ, എന്റെ മുല കുടിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെ. അങ്ങനെ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ കാശും ഫറോവയുടെ അടുക്കൽ തന്നെ കിട്ടുമല്ലോ എന്നുള്ള ആ അതിയായ അത്യാഗ്രഹത്തോടു കൂടിയാണ് ഓരോ സ്ത്രീയും പിടിച്ച് മുല കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്ങനെ മുല കൊടുത്താലും കുട്ടി മുല കുടിക്കുന്നില്ല. ആലോചിച്ച് നോക്കണം, 100 കണക്കിന് പെണ്ണുങ്ങൾ മുല കൊടുത്തു, ഒരു കുട്ടി മുല കുടിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫറംനാ അലൈഹിൽ മറാദിഅ മിൻ ഖബിൽ. പെണ്ണുങ്ങൾ മുല കൊടുത്തു, മുല കുടിക്കുന്നില്ല. അങ്ങനെ നിരാശയോടുകൂടി നിൽക്കുന്നതായ അവസരത്തിൽ മഹപതിയേ മനമുരുകി സ്തനം നൽകാൻ പെണ്ണിനെ അവളുടെ സുന്ദരമാനത് പിണ്ട് ഈ നാട്ടിൽ താമസമാക്കി എല്ലാവർക്കും സ്നേഹിത തന്നെ
അവളുടെ മഹതമതാലേ ജനം വന്ദന തന്നെ മഹപതിയെ ഞാനിന്ന് മനമുരുകി സ്തനം നൽകാകൽപ്പുള്ള പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാനത് ബിന്ദുണ്ട്. അവിടെ കൂടിയവരൊക്കെ നിരാശയോടെ നിൽക്കുക മുല കൊടുക്കാത്തോണ്ടേ. അപ്പോഴാണ് പ്രിയപ്പെട്ട 11 വയസ്സുകാരിയായ മറിയം ബീവി കൊട്ടാരത്തിലോട്ട് ഓടി വരുന്നത്. പറഞ്ഞയച്ചത് മായ. മോളെ, നമ്മുടെ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു, കൊട്ടാരത്തിൽ നിന്ന് കേൾക്കുന്നു, ഒന്ന് പോയി നോക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടി ചെന്നുകൊണ്ട് 11 വയസ്സുകാരിയായ മറിയം ബീവി ചെന്ന് പറയുവാ ഫറോവയോട്, എന്താ പ്രഭു നിങ്ങളുടെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഇവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്, ദത്തുപുത്രനാ, ഓടിക്കുന്ന പ്രായമാ, ഇതിനെ മുലയൂട്ടാൻ വേണ്ടി 100 കണക്കിന് പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു, ഇവരൊന്നും മുല കുട്ടി കുടിക്കുന്നില്ല, അതുകൊണ്ട് നിരാശയോടുകൂടി ഇരിക്കുക. അന്നേരം മറിയം ബീവി പറഞ്ഞതാണ്, ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാവുന്ന ഒരു ഫാമിലി എനിക്കറിയാം, ഒരു പെണ്ണിനെ എനിക്കറിയാം. അന്നേരം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ പെട്ട പെണ്ണാണെന്ന് പറഞ്ഞു. എന്നാൽ അവര് സ്വന്തം ഉമ്മയെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്, ഈ കുട്ടിക്ക് മുല കൊടുത്താൽ മുല കുടിച്ചിരിക്കുന്നു. എന്നാൽ അവരിന്ന് കൂടി വരാമെന്ന് പറഞ്ഞപ്പോഴോ മറിയം ബീവി ഫറോവയുടെയും കിങ്കർമാരുടെയും മുന്നിൽ നിന്ന് കൺമറയുന്നത് വരെ നടന്ന് കൺമറഞ്ഞപ്പോൾ ഓട്ടമാ. എന്നിട്ട് നേരെ വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ ശരിയാണ്, നമ്മുടെ കുഞ്ഞിനെ ഫറോവയുടെ കൊട്ടാരത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ കൊന്നുകളയല്ല, അവർ വളർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 100 കണക്കിന് വനിതകൾ അവിടെ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി സമ്മേളിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മുല കുടിക്കുന്നില്ല. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്റെ അടുക്കലുണ്ടെന്ന് ഉമ്മയെ നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങളെ ചെല്ലാൻ ഫറോവ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഉമ്മ എന്റെ കൂടെ പോരണോ? അപ്പൊ മഹദിയാകുന്ന ശരി മറിയമേ, നമുക്ക് പോവാം. രണ്ടുപേരും കൂടെ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വരുക. നേരെ ഫറോവ ചക്രവർത്തി പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയാവോ? ഈ കുട്ടിക്ക് മുലയൂട്ടാൻ. ഇത്രയും പെണ്ണുങ്ങൾ മുല കൊടുത്തിട്ട് ഈ കുട്ടി കുടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കൊടുക്കാവോ? നേരെ യുഹാൻ പറഞ്ഞു, ഈ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് മുല കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പ്രത്യേകമായ റൂം സംവിധാനിച്ചു തരുന്നതെങ്കിൽ അതിന്റെ അകത്ത് വെച്ച് ഞാൻ കൊടുത്തു നോക്കാം. അന്നേരം ഫറോവ ചക്രവർത്തി ആസിയ ബീവിയുടെ പെണ്ണെ ആസിയ അവർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നു. ഉടനെ ഒരു റൂം സജ്ജമാക്കി ആ റൂമിലേക്ക് മഹദിയാകുന്ന ആസിയ ബീവിയെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് യുഹാനിന്റെ മടിത്തട്ടിൽ കുഞ്ഞിനെ കിട്ടി. മുല കൊടുക്കേണ്ട താമസം പെട്ടെന്ന് കുട്ടി മുല കുടിക്കുകയാണ്. 100 കണക്കിന് സ്ത്രീകളുടെ മുല കുടിക്കാത്ത കുട്ടി സ്വന്തം ഉമ്മ മുല കുടിക്കേണ്ട താമസം മുലക്കണ്ണുകൾ വായിലേക്ക് എത്തിയപ്പോൾ യോടെ കുടിക്കുകയാ. അങ്ങനെ വയറൊക്കെ നിറച്ചതിന് ശേഷം യോഹാൻ ആ കുഞ്ഞിനെ കൊണ്ട് ഫറോവയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രഭു നിങ്ങളുടെ കുട്ടിക്ക് ഞാൻ മുലയൂട്ടിയില്ല, വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫറോവ അവിടെ നിന്ന് ചോദിക്കുകയാണ്, മോളെ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി ഡെയിലി കൊട്ടാരത്തിൽ വന്നിട്ട് മുല കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തയ്യാറാണല്ലോ മാണിക്യമലരല്ലോ മാണിക്കും നിധിയല്ലോ മങ്കയാൽ പാലൂട്ടാൻ വന്നിടുമല്ലോ പുതുമായ വളർത്തുവല്ലോ രാജനം നൽകാനും സമ്മതം രാജന്മാരായി കൊടുക്കുമല്ലോ അമ്പലമുള്ളിനെ കൊണ്ടവർ പോയല്ലോ അഹദിന്റെ കൽപ്പന നടന്നുവല്ലോ ആസിയ ബീവിക്കും ആനന്ദമായല്ലോ ആമോദത്താലെന്ന് കഴിഞ്ഞുവല്ലോ നാരമോനല്ലോ
നീകളല്ലോ പോറ്റുവാൻ നീ തയ്യാറാണല്ലോ മാണിക്യ മലരല്ലോ മാണിക്കും നിധിയല്ലോ മകകൾ പാലൂട്ടാ വന്നിടുമല്ലോ. ഈ കുട്ടിക്ക് ഡെയിലി കൊട്ടാരത്തിൽ വന്ന് മുല കൊടുക്കാവുന്ന ചോദ്യം. അപ്പൊ യോഹാൻ പറഞ്ഞു, പ്രഭു ദിവസത്തിൽ 2 തവണ കൊട്ടാരത്തിൽ വന്ന് മുല കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വീട്ടിൽ വേറെ വേലയുള്ള വേണ്ട, എനിക്ക് മക്കളുണ്ട് താനും, അതുകൊണ്ട് ഒരിക്കലും ഇത് പറ്റൂല. അന്നേരം ഫറോവ ചക്രവർത്തി ചോദിച്ചു, എന്ത് ചെയ്യാൻ? അപ്പോഴാണ് അവിടെ നിന്ന് ഭഗവതി പറയുന്നത്, പ്രഭു വേണമെങ്കിൽ കുഞ്ഞനെ ഞാൻ എന്റെ വസതിയിലോട്ട് കൊണ്ടുപോവാം, എന്നിട്ട് എന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് മുലയൂട്ടാം. 4 ദിവസം മുലയൂട്ടിയാൽ കുഞ്ഞനെ ഞാൻ നിങ്ങളുടെ കൊട്ടാരത്തിൽ കൊണ്ടുവരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ചതിന്റെ ശേഷം വീണ്ടും ഞാൻ കൊണ്ടുപോയി കൊള്ളാം. ഈ രൂപത്തിൽ 2 വർഷം മുലയൂട്ടാൻ ഞാൻ തയ്യാറാണ്. എന്ത് ചെയ്യാ അങ്ങോട്ട് അന്നേരം ഫറോവ ചക്രവർത്തി ആ കുഞ്ഞിനെ സ്വന്തം ഉമ്മായിലോട്ട് മടക്കി കൊടുത്തു. അല്ലാഹു അരങ്ങി വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫറദദിനാഹു ഇലാ ഉമ്മിഹി കൈത കറൈനുഹാ വലാ തഹസൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ് വലകിന്ന അക്സറഹും ലാ യഅലമൂൻ. ആ കുഞ്ഞിനെ അതിന്റെ ഉമ്മായിലോട്ട് നാം മടക്കി കൊടുത്തു. എന്തിനു വേണ്ടി എന്നറിയുമോ? ആ സ്ത്രീയുടെ കണ്ണിന് കുളിർമേൽ ലഭിക്കാൻ, അവർക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിനെ നദിയിലോട്ടിടുമ്പോ ഈ കുഞ്ഞിനെ നിനക്ക് മടക്കി തന്നേക്കുമെന്ന് ആ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല കുഞ്ഞിനെ മടക്കി ഏൽപ്പിച്ചു. ആ കുട്ടിയാണ് മഹത്തുക്കളെ ചരിത്രത്തിൽ കാണുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ദീർഘമായി പറയുവാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ട ഒരു ചരിത്ര സംഭവം. പക്ഷെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എവിടെ അൻവരവിടെ നീ ഇങ്ങോട്ട് വന്നേ